ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇഷ്യാസ് ബ്യൂട്ടി വേൾഡ്. ഞാൻ ശ്രുതി ജയരാജ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മെനിക്യൂർ ആണ്. കൈകളുടെ സംരക്ഷണം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ച് കൈകൾ എങ്ങനെ ഭംഗിയാക്കാം എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ, അതായത് മെനിക്യൂർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു നല്ല റിമൂവർ യൂസ് ചെയ്ത് പഴയ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കളയുക എന്നാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് പാർലർ മോഡൽ മെനിക്യൂർ തന്നെയാണ്. അതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി ഫയലർ വെച്ച് നെയിൽ ഫയൽ ചെയ്യാം, അതായത് നെയിൽ ഷേപ്പ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നെയിൽ ഫയലർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നെയിൽ കട്ടറിൻ്റെ ആ ഒരു കിറ്റിൽ അതിലുണ്ടാവും, അതിൽ കിട്ടുന്നത് വെച്ച് ചെയ്യാം. ഇവിടെ എൻ്റെത് ഓൾറെഡി ഷേപ്പ് ചെയ്തതാണ്, അതുകൊണ്ട് അധികമൊന്നും ചെയ്യാനില്ല. അത് വെച്ച് നിങ്ങൾക്ക് ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് ഷാമ്പു, ചെറുനാരങ്ങ, അതുപോലെ കല്ലുപ്പ്. ഉപ്പ് ഞാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, വേഗത്തിൽ അലിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിലേക്ക് ഇത് മിക്സ് ചെയ്ത് അതിലേക്ക് കൈകൾ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് മുക്കി വയ്ക്കുക. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങ നമുക്കറിയാം ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ സ്കിന്നിന് കുറച്ചുകൂടി ഒരു ലൈറ്റനിങ് എഫക്റ്റ് വരും ചെറുനാരങ്ങ. ഇത് കുറച്ചുകൂടി ഒരു കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ക്യൂട്ടിക്കിൾ റിമൂവ് ചെയ്യാം. ഇതാണ് ക്യൂട്ടിക്കിൾ കട്ടർ. ക്യൂട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്യാം. ക്യൂട്ടിക്കിൾ റിമൂവ് ചെയ്യുമ്പോൾ നഖത്തിനൊരു ഷേപ്പ് കിട്ടും, കുറച്ചുകൂടി നഖം കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടും. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈനിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്കൊരു വൈറ്റ് ടൂത്ത് പേസ്റ്റും ബ്രഷും വെച്ച് നഖത്തിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് വഴി നഖത്തിനൊക്കെ ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടും, കുറച്ചുകൂടി നഖമൊക്കെ വൃത്തിയാവും. അതുപോലെ നഖത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് അത് നന്നായി കഴുകി കളയുക. ഇനി സ്ക്രബ് തയ്യാറാക്കാനായി കുറച്ച് അരിപ്പൊടി, 2 ടീസ്പൂൺ തേൻ, അതുപോലെ കുറച്ച് റോസ് വാട്ടർ എന്നിവ മിക്സ് ചെയ്യുക. തേൻ നമുക്കറിയാം നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ റോസ് വാട്ടറിൻ്റെ കാര്യം പറയേണ്ട. റോസ് വാട്ടർ നമ്മൾ എന്തിനായാലും പാക്ക് അപ്ലൈ ചെയ്യുന്ന എന്തിനായാലും നമ്മൾ മിക്സ് ചെയ്യാനും ഡൈല്യൂട്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റോസ് വാട്ടർ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം കൈകളിലേക്ക് അപ്ലൈ ചെയ്യുക. സ്ക്രബ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മസാജ് കൊടുക്കണം, ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുക്കണം. അതും സ്ക്രബ് എപ്പോഴും റൊട്ടേഷൻ മോഡലിലാണ് മസാജ് ചെയ്യുന്നത്. നമ്മൾ മാനിക്യൂർ ചെയ്യുന്നത് വഴി നമ്മുടെ നഖം ഡാമേജ് ആവുന്നത്, അതുപോലെ പൊട്ടിപ്പോകുന്നത്, പിന്നെ നഖത്തിന് വിണ്ട് കീറൽ, അറ്റാൻ പിളർന്നു പോകുന്ന, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മസാജ് ചെയ്യുന്നത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുപോലെ കൈ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ മാനിക്യൂർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം, സ്ക്രബ് കഴുകിക്കളയാം. ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, കുറച്ച് കടലമാവ്, ഇവ 3 മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്. കടലമാവ് നമ്മുടെ ഡേറ്റ്സ്, അതുപോലെ എക്സ്ട്രാ ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തക്കാളി ആണെങ്കിൽ നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും, സ്കിന്നിന് കുറച്ചുകൂടി ഒരു കളർ തോന്നിക്കും.
അതേപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൻ്റെ നീരൊക്കെ ആണെങ്കിൽ, വേവിച്ചിട്ടുള്ള നീരൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവ മൂന്നും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സെമി ഡ്രൈ ഒക്കെ ആകുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. നിങ്ങൾ ഈ ഒരു മാനിക്യൂർ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. ഫസ്റ്റ് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നില്ല, കാരണം ഹെർബലാണ്. എങ്കിലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നില്ല എന്നാണ്. നോക്കൂ, കയ്യിൽ ഇപ്പോൾ തന്നെ ഒരു മാറ്റം കാണാൻ സാധിക്കും. ഇനി നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. ഓക്കെ, ഇത് ഫിനിഷായി. ഫൈനൽ ലുക്കാണിത്. ഇനി നമുക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം. അതിനായി ആദ്യം ബേസ് കോട്ട് ഇടുക. അതിനുശേഷം ബേസ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയിൽ പോളിഷും അപ്ലൈ ചെയ്യാം. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാനിക്യൂറാണ്. അതായത് പാർലറിലൊക്കെ പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മാനിക്യൂറാണ്. അതായത് കൈകളെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ്. നമുക്ക് ഫേസ് പോലെ തന്നെയാണ് കാലുകളുടെ സംരക്ഷണം, അതുപോലെ കൈകളുടെ സംരക്ഷണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അതുപോലെ കൊഴിനൊന്നും ഉണ്ടാവില്ല. വെയിൽ കൊണ്ടിട്ടുള്ള ടാനൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ഫൈനൽ ലുക്ക് കണ്ടില്ലേ, ആ ഒരു മാറ്റം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.